തൃശൂർ കാർഷിക സർവകലാശാലയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മന്ത്രി പി പ്രസാദും പങ്കെടുക്കുന്ന ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഭാരതാംബ വിവാദത്തിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ പരിപാടിയാണിത്. പരിപാടി നടക്കുമ്പോൾ ഹാളിന് പുറത്ത് പ്രതിഷേധത്തിനുള്ള സാധ്യതയുമുണ്ട്. വിവരങ്ങളുമായി അവിടെ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, അവിടെ യോഗം, അവിടുത്തെ പരിപാടി ആരംഭിച്ചോ? ഈ ഗവർണർ വരുന്ന വരിയിലടക്കം പ്രതിഷേധക്കാർ ഉണ്ടായിരുന്ന സാഹചര്യമാണോ? പുറത്ത് ഇപ്പോഴും പ്രതിഷേധക്കാർ ഉണ്ട്? അവിടെ ഏത് സമയത്തും ഒരു സംഘർഷം ഉടലെടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള സൂചനകൾ മുന്നേ വന്നിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? തീർച്ചയായും ഈ ഗവർണർ എത്തുന്നത് പ്രമാണിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് വഴിനീളം ഉണ്ടായിരുന്നത്. പ്രധാനമായും അയ്യന്തോൾ ജംഗ്ഷനിൽ പക്ഷേ SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അയ്യന്തോൾ ജംഗ്ഷനിൽ ഈ SFI പ്രവർത്തകർ പ്രതിഷേധിക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തി വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. അവിടെ എത്തിയിരുന്ന വിദ്യാർത്ഥികളടക്കം പല ആളുകളെയും പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കി വെക്കുകയും ചെയ്തത്. പക്ഷേ ഗവർണർ എത്തിയ സമയത്ത് അപ്രതീക്ഷിതമായി SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ നടന്നു. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. 6 SFI പ്രവർത്തകരാണ് ഭരണഘടനയുടെ ആമുഖവും SFIയുടെ പതാകയുമായി മുദ്രാവാക്യം വിളികളുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് ഇപ്പോൾ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് തന്നെ തൃശ്ശൂരിലും SFI പ്രവർത്തകർ ഏതായാലും പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണഘടന ആമുഖം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. എന്തായാലും ഇനിയും പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തി ഈ പരിപാടി നടക്കുന്ന ഹാളിന് പുറത്തും മറ്റെല്ലായിടത്തും പോലീസ് വലിയ സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും കരിങ്കൊടി പ്രതിഷേധം ഇന്ന് SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനു പകരം ഭരണഘടനയുടെ ആമുഖം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ SFI പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ ഒരു വിവാദത്തിന് ശേഷം മന്ത്രി പി പ്രസാദും ഗവർണറും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ പരിപാടി എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനും പോലീസ് വലിയ സംവിധാനങ്ങൾ ഹാളിന് അകത്തും പുറത്തുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മാധ്യമപ്രവർത്തകരെ അടക്കം കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ പങ്കെടുക്കാൻ വരുന്നവരെ അടക്കം പോലീസ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഏതായാലും അയ്യന്തോൾ ജംഗ്ഷനിൽ അപ്രതീക്ഷിതമായിരുന്നു അവിടെ പ്രതിഷേധിക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തി വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രതിഷേധക്കാർ ആരും അവിടെ ഇല്ല എന്ന് അടക്കം ഉറപ്പുവരുത്തിയായിരുന്നു പോലീസ് അവിടെ ഗവർണറുടെ വാഹനത്തിന് കടന്നു പോകാനുള്ള വഴി ഒരുക്കിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി SFI പ്രവർത്തകർ കൊടിയുയർത്തിയും ഭരണഘടനയുടെ പരിപാടി പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിൽ ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.